ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് പാൽപ്പൊടി ചേർത്ത ശേഷം, അതായത് ചർമ്മത്തിൽ മിനുസവും ചെറുപ്പവും ഒക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ടിപ്സാണ്. അതിനുവേണ്ടി നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത ശേഷം ആ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കവും മിനുസവും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ഗ്ലിസറിനും തുല്യ അളവിൽ യോജിപ്പിച്ച ശേഷം അതായത് ഈ ചെറുനാരങ്ങ നീരും ഗ്ലിസറിനും കൂടെ ഒരുമിച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്നലെ കോൾഡ് ക്രീം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ കോൾഡ് ക്രീം എന്തിനാണെന്ന് ചില ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം ചെറുനാരങ്ങ നീരും ഗ്ലിസറിനും കൂടെ യോജിപ്പിക്കുന്നതാണ് കോൾഡ് ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും തുല്യ അളവിലായിരിക്കണം. ഗ്ലിസറിനും നാരങ്ങ നീരും തുല്യ അളവിൽ യോജിപ്പിച്ചാൽ അത് ഒന്നാം തരം ഒരു കോൾഡ് ക്രീമായിട്ട് നമുക്ക് കിട്ടും. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് കടുക് പരിപ്പ് അറിയായിരിക്കുമല്ലോ. കടുക് പരിപ്പ് അരച്ച് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി പാലിൽ ചാലിച്ചിട്ട് ദേഹത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ഈ മിശ്രിതം ഉണങ്ങി കഴിയുമ്പോൾ ഒന്നീ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ത്വക്കിലുണ്ടാകുന്ന വിണ്ട് കീറലുകൾ, പിന്നെ അതുപോലെ തന്നെ പൊട്ടൽ, ശരീരത്തിൽ ചിലപ്പോൾ ഈ വിണ്ട് കീറലുണ്ടാവും. പിന്നെ ചിലപ്പോൾ ചുളിവുകൾ, ചർമ്മത്തിൽ മൃദുലത ഇല്ലായ്മ, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഈ പരിപ്പ് അരച്ച ശേഷം അത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ഞാൻ ഈ ടിപ്സ് 2-3 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്ത് നോക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ 2-3 ടിപ്സ് അടുപ്പിച്ച് പറയുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിനകത്ത് ഭയങ്കരമായ ചൂടാണ്. അപ്പോൾ ഞാൻ ഈ ചൂട് കൊണ്ടാണ് ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂട് കൊണ്ടാണ് ഞാൻ ഈ